അപ്പല്ലേസിന് വന്ദനം ചൊല്ലുവിൻ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന അൻപുള്ള നല്ല പിതാവേ, മനോഹരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിന് മുൻപിലായിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്താൽ ഈ രാത്രി ഞങ്ങളെ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. രഹസ്യങ്ങളുടെ കലവറ ഞങ്ങൾക്ക് വേണ്ടി തുറന്ന് സമൃദ്ധിയായ ദൈവകൃപയിലേക്ക് ഞങ്ങളെ നടത്തണം. അല്പസമയം ഞങ്ങളങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കട്ടെ. സമൃദ്ധിയായ ദൈവസാന്നിധ്യം അനുഭവിച്ച് ജയത്തോടെ മടങ്ങിപ്പോകുവാൻ കർത്താവ് സഹായിക്കണം. മഹത്വമെല്ലാം തിരുവേദിക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണത് വായിച്ചത്. അവിടെ ഇപ്രകാരം നാം കാണുന്നു: ക്രിസ്തുവിൽ സമ്മതനായ അപ്പല്ലേസിന് വന്ദനം ചൊല്ലുവിൻ. റോമാലേഖനം 16-ാം അധ്യായം സമാപന അധ്യായമാണ്. വിശ്വാസം എന്ന വിഷയത്തെ കുറിച്ച് വളരെ ആഴവും ഗഹനവുമായ ചിന്തകൾ പരിശുദ്ധാത്മാവിൽ 1-ാം അധ്യായം മുതൽ നിരത്തി വെച്ചിട്ട് സമാപന അധ്യായമായ 16-ാം അധ്യായം പൗലോസ് അഭിവാദനങ്ങൾക്കായി വേർതിരിച്ചിരിക്കുക അവിടെ ചെയ്തിരിക്കുന്നു. ആ അധ്യായം സൂക്ഷ്മമായി പഠിച്ചാൽ 21-ൽ പരം പുരുഷന്മാർക്കും 8-ൽ പരം മാന്യ വനിതകൾക്കും അഭിവാദനം അർപ്പിച്ചിട്ടാണ് ഈ അധ്യായത്തിന് തിരശ്ശീല വീഴ്ത്തുന്നത്. ഓരോരുത്തരെ കുറിച്ച് ഓരോ പ്രശംസാ വാക്കുകൾ പരിശുദ്ധാത്മാവ് സാക്ഷ്യവാചകങ്ങളായി ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു വിശേഷണ പദത്തിന് അപ്പല്ലേസ് ഉടമയായി. ഇവിടെ വായിക്കുന്നു: ക്രിസ്തുവിൽ സമ്മതനായ അപ്പല്ലേസിന് വന്ദനം ചൊല്ലുവിൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിച്ചാൽ മറ്റാർക്കും ലഭ്യമാകാത്ത ഒരു ശ്രേഷ്ഠമായ വിശേഷണ പദത്തിന് ദൈവാത്മാവ് ഇവിടെ അപ്പല്ലേസിനെ ഉപയോഗിക്കുന്നതായി നാം കാണുന്നുണ്ട്. ആ വിശേഷണ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അപ്പല്ലേസ് ക്രിസ്തുവിന് സമ്മതനാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസിന് സമ്മതനാണെന്നല്ല, ലോകത്തിന് സമ്മതനാണെന്നല്ല, മനുഷ്യർക്ക് സമ്മതനാണെന്നുമല്ല, പിന്നെയോ യേശു ക്രിസ്തുവിന് സമ്മതനാണെന്ന് അവിടെ വ്യക്തമാക്കുന്നു. ഇന്ന് രാത്രി നാം അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിന് സമ്മതരാകുക എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലായിരിക്കാം. ഒരു ദൃഷ്ടാന്തം കൂടി ഇതിനോട് ചേർന്ന് വായിച്ച് സഹായിക്കണം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വേദഭാഗം ഒരാൾക്ക് വായിച്ച് സഹായിക്കാം. രാജ്യത്തെ കർത്താവ് ഉപമിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ തന്റെ നിലത്തിൽ നല്ല വിത്ത് വിതച്ചതിനോട്. കർഷകരായ പ്രിയപ്പെട്ടവർ, അങ്ങനെ അറിവുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വയലിൽ വിത്ത് വിതയ്ക്കുന്നതിന് മുൻപായി വയൽ നന്നായി ഒരുക്കുക എന്നുള്ളത് കർഷകന്റെ ചുമതലയാണ്. നന്നായി ഒരുങ്ങി എന്ന് ബോധ്യമായതിനു ശേഷമാണ് വയലിൽ നാം വിത്ത് വിതയ്ക്കുന്നത്. എന്നാൽ വിത്ത് വിതച്ച് കിളിർത്ത് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിശ്ചയമായും ആ വയലിൽ വിത്തിന്റെ കൂടെ എന്തും കാണും? കളയും കൂടി കിളിർത്ത് വരുന്ന ഒരു ദൃശ്യം നാം കാണാറുണ്ട്. എത്ര ഒരുക്കിയാലും വയലിൽ നിശ്ചയമായും കള ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണ്. ഇവിടെ യജമാനൻ നല്ല വിത്താണ് വയലിൽ വിതച്ചത്. എന്നാൽ ചില
നാളുകൾ കഴിഞ്ഞപ്പോൾ വിത്തിനോടൊപ്പം കളയും കൂടി കിളിർത്തു വരുന്നത് നാം ഇവിടെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ TPM ചർച്ചുകൾ മുതൽ ഇൻഡിപെൻഡന്റ് ചർച്ചസ് വരെ വയല് ദൈവസഭയെ കാണിക്കുന്നത്. എല്ലാ സഭകളിലും എത്ര ശ്രദ്ധയോടെ നോക്കിയാലും, എത്ര വളരെ ആത്മനിറവോടെ പരിജ്ഞാനത്തോടെ ശുശ്രൂഷിച്ചാലും നിശ്ചയമായും എല്ലാ സഭകളിലും എന്തുണ്ട്? കളയുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വമായി ആ റോള് നാം ആരും എടുക്കാതിരുന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാനൊരു മർമ്മം നിങ്ങളെ ഓർപ്പിക്കാം. വയല് വിത്തിനെയും സമ്മതിച്ചു, കളയെയും സമ്മതിച്ചു. അല്ലെങ്കിൽ രണ്ടിനെയും ഒരുപോലെ വളരുവാൻ അനുവാദം കൊടുത്തു. എന്നാൽ ധാന്യപ്പുര ഒരിക്കലും കളയെ അനുവദിക്കില്ല. മനസ്സിലായ ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. വയല് വിത്തും സമ്മതമാണ്, കളയും സമ്മതമാണ്. എന്നാൽ മണവാളന്റെ മണിയറയിൽ, കർത്താവിന്റെ ധാന്യപ്പുരയിൽ, അല്ലെങ്കിൽ മണവാളനുമായി ചേർന്ന് മണവാട്ടി സന്തോഷിക്കുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ അവിടെ കളയെ ഒരിക്കലും അനുവദിക്കില്ല. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വയല് രണ്ടിനെയും സമ്മതം കൊള്ളുമ്പോൾ ധാന്യപ്പുര കളയെ അനുവദിക്കില്ല. വയല് രണ്ടിനെയും സ്വീകരിക്കുമ്പോൾ ധാന്യപ്പുര കളയെ ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അല്പം കൂടി കടന്നു പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അപ്രൂവ് ചെയ്യപ്പെടുന്നില്ല. സ്വീകരിച്ചു എന്ന് പറഞ്ഞ് നാം എല്ലാവരും സമ്മതരായി തീരുന്നില്ല. ഞാൻ പ്രത്യേക പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കാം. കർണരസമാകുമാറ് ഒത്തിരി സ്തോത്രം പറയാൻ കഴിയുന്ന ഒരു ദൂതല്ല ഇന്ന് രാത്രി ദൈവാത്മാവിനെ വരവേൽപ്പിച്ചത്. എന്നാൽ ജയജീവിതം ചെയ്യുന്ന ദൈവവൈതലിന് ആത്മാവിൽ സന്തോഷിക്കാൻ വകയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. വയല് വിത്തിനെയും കളയെയും ഒരുപോലെ സമ്മതിക്കുമ്പോൾ ധാന്യപ്പുര കളയെ ഒരിക്കലും അനുവദിക്കില്ല. ഇവിടെ വയലിൽ യജമാനന്റെ ദാസന്മാർ ചെന്നിട്ട് വയലിലേക്ക് നോക്കുമ്പോൾ വിത്തിനോടൊപ്പം കളയും കൂടി വളർന്നു വരുന്നത് കണ്ടപ്പോൾ ദാസന്മാർ യജമാനനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നാം വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ എങ്ങനെയാണ് കള വയലിൽ കാണായി വന്നതെന്ന് ചോദിച്ചപ്പോൾ യജമാനൻ പറഞ്ഞ ഒരു മറുപടി, മനുഷ്യർ ഉറങ്ങിയപ്പോൾ ശത്രു വയലിൽ കള വിതച്ചു. അപ്പൊ സഭയ്ക്കകത്ത് കള വരുന്നത് എപ്പോഴാ? സഭ ഉറങ്ങുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. സഭ ആത്മാവിൽ മയങ്ങാനുള്ളവരല്ല, ആത്മാവിൽ ഉണർന്ന് പോരാടാനുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവസഭയ്ക്ക് വേണ്ടി വേലി കെട്ടി പ്രാർത്ഥിപ്പാനായി ദൈവം തെരഞ്ഞെടുത്ത ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. അവർ ആത്മാവിൽ പോരാടുമ്പോൾ ദേശത്തിന്റെ സകല അന്യായ വ്യാപാരങ്ങൾ തകർന്നു പോയിട്ട് സഭയ്ക്ക് ചുറ്റും തീമതിലിട്ട് സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം സ്വർഗം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവനോട് പറയുന്നു, മനുഷ്യർ ഉറങ്ങിയപ്പോൾ ശത്രു വയലിൽ എന്ത് ചെയ്തു? കള വിതച്ചു. ഓർക്കുക, ദൈവം നമുക്കൊരു വിശ്രമിക്കാൻ ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോലും രാത്രികാലങ്ങളിലും എന്റെ അന്തരാത്മാവ് ആമേൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ആത്മീക നിലവാരത്തിലേക്ക് ആമേൻ ഉയർത്തപ്പെടുന്ന കാഴ്ചപ്പാടുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ ആമേൻ നമ്മുടെ വിഷയത്തിൽ നിന്ന് നാം മറന്നു പോകരുത്. ക്രിസ്തുവിന് സമ്മതരായി തീരുക എന്നുള്ള വിഷയത്തോട് ചേർന്ന് നാം ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ആധുനിക ലോകത്തിൽ, ആത്മീക ലോകത്തിൽ പോലും ദൈവത്തിന്റെ സമ്മതപത്രത്തെക്കാൾ ഉപരിയായി മാനുഷിക സമ്മതപത്രത്തിന് ആ മനുഷ്യൻ വില കൊടുക്കുന്നത്. ആത്മീകർ പോലും ലോകത്തിന്റെ കയ്യടിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ഈ രാത്രിയിൽ തികഞ്ഞ ആത്മീകൻ ആത്മാവിൽ വിളിച്ചു പറയും, ഇവിടെ ആരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും, ഇവിടെ ആരും പ്രോത്സാഹനമൊക്കെ പറഞ്ഞില്ലെങ്കിലും, സർവശക്തന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി, സർവശക്തന്റെ സാക്ഷ്യത്തിന് വേണ്ടി, സമ്മതപത്രത്തിന് വേണ്ടി നോക്കി പാർക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്.
ലോകം നമുക്ക് ഒരിക്കലും യോഗ്യമല്ല ദൈവമക്കളെ. നാം എത്ര ശ്രദ്ധയോടെ ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിച്ചാലും ലോകം നമ്മുടെ വീഴ്ചകൾ മാത്രം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറഞ്ഞോളൂ, ഇവിടുത്തെ കയ്യടിയല്ല, ഇവിടുത്തെ പ്രശംസാ വാക്കുകളല്ല, ഇവിടുത്തെ പുകഴ്ചയുടെ വാക്കുകളല്ല, പിന്നെയോ എന്റെ ആകവും പുറവും അറിയാവുന്ന, എന്റെ മുൻപും പിൻപും അറിയാവുന്ന, എന്നെ നന്നായി അറിയാവുന്ന, എന്റെ നിലവുകൾ അറിയുന്ന, എന്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് അറിയുന്ന സർവശക്തന് സമതനായി തീരുവാൻ കൃപ ലഭിച്ച കാഴ്ചപ്പാടുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയും സകല രഹസ്യങ്ങളെയും അറിയുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. അവന്റെ കണ്ണിനൊന്നും മറവല്ല എന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് വരട്ടെ. ഇവിടെ യജമാനന്റെ ദാസന്മാർ യജമാനനോട് ചോദിച്ചു, ഞങ്ങൾ പോയി ആ കളകൾ പറിച്ചു കൊണ്ടുപോവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ കള എന്ത് ചെയ്യണ്ട, പറിക്കണ്ട. കള വളർന്നു വലുതായി കാണണമെന്നുള്ള മോഹത്തിലല്ല യജമാനൻ അത് പറഞ്ഞത്. പിന്നെയോ വിത്തിന്റെ സംരക്ഷണം ഓർത്ത്, വിത്തിന്റെ നിലനിൽപ്പോർത്ത് കളയെ വളരാൻ അനുവദിക്കുകയാണ്. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി നാം ജീവിതത്തിൽ ക്രമക്കേടുണ്ടായിട്ടും പാപവഴികളിൽ നടന്നിട്ടും ദൈവം എന്നെ ശിക്ഷിച്ചില്ലല്ലോ, ഞങ്ങളുടെ അഭിഷക്തനത് വെളിപ്പെട്ടില്ലല്ലോ എന്നോർത്ത് പലരും ആമൻ ലാഘവത്തോടെ ക്രിസ്ത്യ ജീവിതത്തെ കാണുമ്പോൾ ഇന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. കളയെ വളർത്താനുള്ള താല്പര്യമല്ല അവൻ സർവശക്തന്. പിന്നെയോ വിത്തിന്റെ വേര് അറിയാതിരിക്കാൻ ബോധപൂർവം അവൻ ക്ഷമിച്ചു കൊടുക്കുന്നതാണെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറ, നിന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. വിത്തിന്റെ വേര് പറയാതിരിക്കാൻ വേണ്ടി, കേട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി കള ഇപ്പോൾ പറിച്ചു മാറ്റണ്ട എന്ന് യജമാനൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുന്നു, കൊയ്ത്തുകാലമാകുമ്പോൾ ഇതെന്ത് ചെയ്യാം, പറിച്ച് കെട്ടുകളായി കെട്ടിയത് തീയിൽ ഇട്ട് കളയാം. നമുക്കറിയാം 3 മാസത്തിനും 4 മാസത്തിനും ഇടയിൽ നിശ്ചയമായും കൊയ്ത്ത് നടന്നിരിക്കും. ദിവസത്തിന്റെ കണക്ക് പറഞ്ഞാൽ 90 ദിവസത്തിനും 120 ദിവസത്തിനും ഇടയിൽ അവൻ കൊയ്ത്ത് സംഭവിച്ചിരിക്കും. അപ്പൊ അത്രയും ദിവസം മാത്രമേ വിത്തും കളയും കൂടി വയലിൽ ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കുകയുള്ളൂ. ദൈവത്തിന്റെ പൈതലേ, അവൻ നിത്യതയുമായി കമ്പയർ ചെയ്യുമ്പോൾ, നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ വാസം വളരെ ക്ഷണഭംഗുരമാണ്, നൊടിനേരമാണെന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ അവൻ പൗലോസ് പറയുന്നു, നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ നിത്യദേശത്തിന്റെ ഘനം പ്രാപിപ്പാനായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണെങ്കിൽ ഈ രാത്രി ഓർക്കുക, അവൻ ക്ഷണികമായ വയലിലെ താൽക്കാലികമായ 3-4 മാസത്തെ താമസത്തിന് വേണ്ടി തത്രപ്പാട് കാണിക്കുമ്പോൾ മണിയറയിൽ മണവാളന്റെ കൂടെയുള്ള വാസം യുഗായുഗമാണെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ഇവിടുത്തെ വാസം താൽക്കാലികമാണ്, അല്പസമയമേ ഉള്ളൂ. ചില മാസങ്ങൾ മാത്രമേ വയലിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ സഭയുടെ മെമ്പർഷിപ്പ് എടുത്ത് വിശ്വാസിയാണെന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ വസിക്കുന്ന കാലം നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു കാലമാണ്. എന്നാൽ കോടാനുകോടി വർഷം യുഗായുഗം കർത്താവിന്റെ കൂടെ അവന്റെ മണവാട്ടിയായി മണിയറയിൽ പ്രവേശിച്ച് നിത്യത മുഴുവൻ സന്തോഷിപ്പാനായി തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, അല്പകാലത്തെ വയലിലെ വാസം അതുകൊണ്ട് സന്തോഷിക്കരുത്. അതിനപ്പുറമായിട്ട് കർത്താവിന്റെ മണിയറയിൽ പ്രവേശിക്കുന്ന ഭാഗ്യനാളുകൾ ഓർത്ത് ദൈവമക്കൾ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ യജമാനൻ പറഞ്ഞു, രണ്ടും കൂടി വളരട്ടെ, കൊയ്ത്തോളം വളരട്ടെ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, വയലിൽ ചെന്ന് നോക്കിയാൽ എപ്പോഴും വിത്തും കളയും കൂടി ഒന്നിച്ചു വളരുകയാണെങ്കിൽ തഴപ്പ് ഏതിനായിരിക്കും? കളക്കായിരിക്കും. രാവിലെ നിങ്ങളെ ഓർപ്പിച്ചത് ഭൗതിക ആ തഴപ്പുകളും ഭൗതിക നേട്ടങ്ങളും കണ്ടിട്ട് അതാണ് അനുഗ്രഹമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാത്മിക ലോകമാണ് ഇന്നുള്ളത്. അവൻ പലപ്പോഴും ഭൗതിക നേട്ടങ്ങൾ അവൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ജനത്തെ വിളിക്കുന്ന
ലാഘവമായ ചില ചിന്തകൾ ആത്മീക ലോകത്തുണ്ട്. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചറിവുള്ള ദൈവമക്കൾ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ, പരിജ്ഞാനമുള്ള ദൈവമക്കൾക്ക് ഹൃദയംഗമായി തിരിച്ചറിയാൻ കഴിയും. ഈ ഭൂമിയിലെ താൽക്കാലികമായി മിന്നി മറയുന്ന സുഖസൗകര്യങ്ങളല്ല ആമേ അനുഗ്രഹം. പിന്നെയോ അതിനപ്പുറമുള്ള നിത്യതയിലെ നിത്യ സൗഭാഗ്യമാണ് അനുഗ്രഹമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ നന്ദിയോടെ വിളിച്ചു പറ, ഇത് താൽക്കാലികമാണ്, ഇത് ക്ഷണികമാണ്. സ്തോത്രം. വെള്ളത്തിൽ കുമിള പോലെ മിന്നി പറയുന്ന ജഡിക സുഖങ്ങളുടെ പുറകെ ആരും ഓടിപ്പോകരുത്, വശീകരിക്കപ്പെടരുത്. നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ അവൻ ജയത്തോടെ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. അവൻ ഈ ലോകത്തിലെ സകല സമ്പദ്ഘടനയും തകർന്നു പോയാലും, ഇവിടുത്തെ ഇക്കണോമിക് സിസ്റ്റം പാടെ തകർന്നു പോയാലും, ഇവിടുത്തെ സമ്പദ്ഘടന മുഴുവൻ അവൻ തകർന്ന് തരിപ്പണമായാലും, ഇവിടുത്തെ ബാങ്കുകൾ മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്താലും, ഇവിടെ സകല സമ്പൂർണ്ണ ലോകത്തിൽ സംഭവിച്ചാലും, ഇന്ന് രാത്രി നീ ഉറക്കെ പറഞ്ഞോണം, എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാ, അന്ത്യമന നടത്തുവാൻ അവൻ ശക്തനാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവവചനത്തിന്റെ സത്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ധൈര്യത്തോടെ പറയും, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കേണ്ടി വന്നാലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരികയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഓർക്കുക, തഴപ്പ് കണ്ട് അത് അനുഗ്രഹമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഭൗതിക നേട്ടം കണ്ട് അതാണ് അനുഗ്രഹമെന്ന് തെറ്റിദ്ധരിക്കരുത്. അനുഗ്രഹം ആത്മീകമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ പ്രശംസാവാക്കുകളും കയ്യടിയുമാണ് നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ നാം ആത്മീയ ജീവിതത്തിൽ തോറ്റുപോകും. ഒരിക്കൽ സംഗീതം അഭ്യസിപ്പിക്കുന്ന ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു യൗവനക്കാരൻ ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഒരു ഷോർട്ട് പീരീഡ് പറഞ്ഞു, ഹ്രസ്വമായ ഒരു കാലഘട്ടം പറഞ്ഞിട്ട് പറഞ്ഞു, ഈ സമയത്തിനുള്ളിൽ എന്നെ വയലിൻ അഭ്യസിപ്പിക്കണമെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, കുഞ്ഞെ, നീ വിചാരിക്കുന്നത് പോലെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വയലിൻ അഭ്യസിപ്പിക്കാൻ അത്ര എളുപ്പമല്ല, നിന്നെ മറ്റൊരു ഉപകരണം ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ശാഠ്യം പിടിച്ചു പറഞ്ഞു, എന്നെ വയലിൻ തന്നെ പഠിപ്പിക്കണം. ഗുരു അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇവനെ വയലിൻ അഭ്യസിപ്പിച്ചു. ഇവൻ പറഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ ഇവന്റെ അന്തരാത്മാവിൽ ഒരു ചിന്ത തോന്നി, ഗുരുവിന്റെ കീഴിൽ ഒരു ശിഷ്യനായിരിക്കുന്നതിനേക്കാൾ യോഗ്യത തനതായ ഒരു വ്യക്തിത്വത്തിനായി, ലോകമറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായി ഒറ്റയ്ക്ക് നിൽക്കണം. അതിനായി പട്ടണത്തിലെ വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. സ്നേഹിതരെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും ക്ഷണിച്ചു വരുത്തി. ആ പ്രത്യേക ദിവസം വന്നു. വിലയേറിയ വസ്ത്രം ധരിച്ച് വളരെ സന്തോഷമുള്ളവനായി, വളരെ പ്രസരിപ്പുള്ളവനായി, വളരെ ആനന്ദമുള്ളവനായി നിറഞ്ഞിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ, ആ വേദിയിൽ അവൻ വളരെ സന്തോഷത്തോടെ കയറി ചെന്നു. സമയമായി. വയലിൻ കയ്യിലെടുത്തു. ഒരു ഗാനം വയലിനിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ കടന്നു വന്നപ്പോഴുണ്ടായിരുന്ന പ്രസരിപ്പും സന്തോഷവും ഇപ്പോൾ അവന്റെ മുഖത്തില്ല. പക്ഷേ ജനം മുഴുവനും ഒരേ ശബ്ദത്തിൽ ഒന്നിച്ച് കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. രണ്ടാമത് ഒരു ഗാനം കൂടി വയലിൽ വായിച്ചു. ജനം എഴുന്നേറ്റ് കൈയടിച്ചു. ഇവന്റെ മുഖത്തെ മ്ലാനത വർദ്ധിച്ചതേ ഉള്ളൂ. മൂന്നാമത് ഒരു ഗാനം കൂടി ഇവൻ വയലിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ജനം ഓടിച്ചെന്ന് ഹസ്തദാനം കൊടുത്തു, ചുംബനം കൊടുത്തു, നോട്ടുമാലയിട്ടു. എന്നാൽ ഇവന്റെ മുഖത്തെ ആ കരിവാളിപ്പ് കൂടി വന്നിട്ട് ഒരു സ്നേഹിതനെന്ന് കണ്ടിട്ട് അവന്റെ ചെവിയിൽ ചോദിച്ചു, ക്യാമറയുടെ ഫ്ലാഷുകൾ മിന്നി മറയുന്നത്, നാളത്തെ മാധ്യമങ്ങളിൽ നിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ച് ലോകമറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായി ലോകം മുഴുവൻ നിന്നെ പുകഴ്ത്തുമ്പോൾ ഇത്ര വലിയ കയ്യടിയും പ്രോത്സാഹനവും നിനക്ക് കിട്ടിയിട്ട് എന്തുകൊണ്ട് നിന്റെ മുഖം മ്ലാനമായി തീരുന്നു? ഓരോ ഗാനങ്ങൾ പാടിക്കഴിഞ്ഞപ്പോഴും നീ എന്താ ക്ഷീണിച്ച മുഖമായി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യൗവനക്കാരൻ ഇങ്ങനെ പ്രതികരിച്ചു, വയലിനെ കുറിച്ച് ഒന്നും അറിയാത്ത നാട്ടുകാർ ഒരുപാട് കൈയടിച്ചു, പ്രോത്സാഹനം തന്നു, നോട്ടുമാല തന്നു, എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഞാൻ എന്റെ മുഖം മ്ലാനമാകാനുള്ള പ്രധാന കാരണം വയലിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന, വ്യക്തമായി ധാരണയുള്ള എന്റെ ഗുരു വേദിയിൽ ഇരിപ്പുണ്ട്, അവൻ ഇതുവരെ കൈയടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു.
ദൈവത്തിന്റെ പൈതലെ, തിരുവനന്തപുരം പട്ടണം മുഴുവൻ കൈയടിച്ചാലും, ലോകത്തിന്റെ തലസ്ഥാന നഗരികൾ നിന്റെ വേദികൾ ഒരുക്കിയാലും, പട്ടണം മുഴുവൻ നിന്നെ ശ്രേഷ്ഠനെന്ന് ബഹുമാനിച്ചാലും, വലിയ കട്ടൗട്ടുകൾ വെച്ചാലും, വലിയ ശ്രേഷ്ഠമായ പദവികൾ നിനക്ക് ലോകം വെച്ച് നീട്ടിയാലും, ഇന്ന് രാത്രി ഞാൻ ബുദ്ധിപദേശത്തിനായി ദൈവസഭയോട് ആത്മാവിൽ വിളിച്ചു പറയുക, ലോകത്തിന്റെ കൈയടി കൊണ്ട് നീ പ്രശംസിക്കരുത്, ലോകത്തിന്റെ കൈയടി കൊണ്ട് നീ പുകഴരുത്. പിന്നെയോ എപ്പോഴാണ് നീ പുകഴുന്നത് സന്തോഷിക്കണമെന്ന് അറിയാമോ? നിന്റെ ആകവും പൂർവ്വം അറിയാവുന്ന, നിന്നെ വ്യക്തമായി അറിയാവുന്ന, നിന്റെ ചിത്രം നന്നായി അറിയാവുന്ന സർവശക്തൻ കൈയടിക്കുവോളം വെയിറ്റ് ചെയ്യുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. മനസ്സിലായ ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ലോകം നിന്നെ പ്രശംസാ വാക്കുകൾ പറഞ്ഞ് പുകഴ്ത്തുമ്പോൾ, ലോകം നിന്നെ കൈയടിച്ച് പ്രശംസിക്കുമ്പോൾ, ഈ രാത്രി നീ പുകഴാൻ വരട്ടെ. ഇന്ന് രാത്രി നാട്ടുകാരുടെ പ്രശംസാ വാക്കുകൾ ഇന്ന് നിന്നെ ഉയർത്തുന്നതാണെങ്കിൽ നാളെ നിന്നെ നിലത്ത് താഴെയിട്ട് ചവിട്ടുവാൻ കാരണമായി തീരും. ഇന്നലെ നിനക്ക് സ്തുതി പാടിയ ഇന്ന് നിന്നെ നിന്ദിക്കുന്ന ചിത്രം ലോകം നിനക്ക് സമ്മാനിച്ചെന്ന് വരും. എന്നാൽ ദൈവമൊരുത്തനെ വിശുദ്ധീകരിച്ചാൽ, ദൈവമൊരുത്തനെ ഉയർത്തിയാൽ, ദൈവമൊരുവനെ മാനിച്ചാൽ, ദൈവമൊരുവനെ സാക്ഷ്യം പകർന്നാൽ, അതിനെ വെല്ലുവാൻ, അതിനെ തകർക്കുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ മാനുഷിക കരങ്ങൾക്ക് കഴിയത്തില്ല എന്ന് നിരന്തര ദൈവമക്കൾ അറിഞ്ഞിരിക്കട്ടെ. കർത്താവിനെ സേവിക്കുന്ന ദൈവമൈതൽ ആത്മാവിൽ ഹൃദയംഗമായി വിളിച്ചു പറ, ലോകത്തിന്റെ കൈയടി വേണ്ട, ലോകത്തിന്റെ പ്രശംസാ വാക്ക് വേണ്ട, ലോകത്തിന്റെ ഉന്നതമായ സാക്ഷ്യപത്രം വേണ്ട. അതിലെല്ലാം ഉപരിയായി സർവശക്തന്റെ സാക്ഷ്യമാണ് എനിക്ക് ആവശ്യം. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇവിടെ കൊയ്ത്ത് വരെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. കൊയ്ത്തുകാലമായപ്പോൾ യജമാനൻ അവരോട് പറഞ്ഞു, ആ കളകൾ പറിച്ച് കെട്ടുകളായി തീയിലിടുവാനായിട്ട് അവരോട് പറഞ്ഞു വിടുന്നതായി നമുക്ക് കാണുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ വയലിൽ എന്ത് മാത്രമേ ഉള്ളൂ? വിത്ത് മാത്രമേ ഉള്ളൂ. കതിരായി നിൽക്കുക, കൊയ്ത്തുകാലമായി. എന്നാൽ ഈ കതിരിലുമുണ്ട് 3 ടൈപ്പ്. കർഷകർക്കറിയാം. 1 നിറഞ്ഞ ധാന്യമണി, 2 മങ്ക്, 3 പതിര്. വിശ്വാസ സമൂഹത്തിൽ ദൃശ്യമാകുന്ന 3 ചിത്രമാണിത്. ദൈവവചനം കേട്ട് അതിന്റെ പൂർണ്ണ ഫലം പുറത്തെടുക്കുന്ന നിറഞ്ഞ ധാന്യമണി, പകുതി അകത്തായിട്ട് ബാക്കിയുള്ള തിരസ്കരിക്കുന്ന മങ്കിന്റെ അനുഭവം, 3 ഒന്നും അകത്ത് കയറാത്ത പതിരിന്റെ അനുഭവം. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ദൈവം നമ്മെ വിളിച്ചത് ഒന്നും അകത്ത് കയറാത്ത പതിരായിരിക്കാനോ പകുതി അകത്തായ മങ്കായിരിക്കാനോ അല്ല. ദൈവം നമ്മെ വിളിച്ചത് നിറഞ്ഞ ധാന്യമായി ധാന്യപ്പുരയിൽ അല്ലെങ്കിൽ മണിയറയിൽ മണവാളനോട് ചേർന്ന് സന്തോഷിക്കുന്ന ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കാണ് ദൈവം നമ്മെ വിളിച്ചു ഓർത്തിരിച്ചതെന്ന് ദൈവമക്കൾ തെറ്റിദ്ധരിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം, ഒരനുഗ്രഹിക്കുന്ന ദൂത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്. ദൈവമക്കളെ, ഇന്ന് രാത്രി അനുസരണം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, വചനത്തിന് കീഴ്പ്പെടാൻ മനസ്സുണ്ടെങ്കിൽ, നിശ്ചയമായും അനുഗ്രഹം അതിന് പിറകിൽ വന്നിരിക്കും. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി, നാളെ നിങ്ങളുടെ നടുവിൽ ഞാൻ അത്ഭുതം ചെയ്യാമെന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ, ശുദ്ധീകരണം എവിടെയുണ്ടോ അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ടു വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കോഴിയെ പൊരുന്ന വെക്കുന്ന അമ്മച്ചിമാർക്കറിയാം, മുട്ടയൊക്കെ നാം കോഴിയുടെ കീഴിൽ അടവയ്ക്കും. 20 ദിവസം 21 ദിവസമാവോ മുട്ട വിരിയാൻ തുടങ്ങും. എന്നാൽ ഏറ്റവും നടുക്കിരിക്കുന്ന നല്ലതായി ചൂട് കിട്ടിയെന്നൊക്കെ നമ്മൾ കരുതുന്ന ചില മുട്ടകൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, വിരിയാറില്ല. എന്നാ കാരണം എന്നറിയാമോ? കിട്ടിയ ചൂട് ജീവനായി പരിണമിക്കാത്തതാ. സഭായോഗത്തിന് വന്നു, ഇടമീറ്റിങ്ങിന് വന്നു, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു, അഭിഷക്തൻ ആത്മാവിൽ പ്രാപിച്ച ദൂതുമായി പലപ്പോഴും സ്വർഗീയ സന്ദേശങ്ങൾ ദൈവജനത്തെ ആലോചന അറിയിച്ചു. എന്നാൽ ദൈവവചനം ലഭ്യമായത് വേണ്ട അളവിൽ എടുക്കാഞ്ഞത് കൊണ്ട് അകത്ത് ജീവനായി പരിണമിക്കാതെ, അത് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരാതെ, അത് ആത്മീക ജീവിതത്തിന് ഉദ്ധാരണമായി തീരാതെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ചില മുട്ടകൾ തോട് പൊട്ടി പുറത്തു വരുമ്പോൾ, ചിലത് ഒരിക്കലും വിരിയാത്ത ദുർഗന്ധം വമിക്കുന്ന നാട്ടുകാർ മൂക്കുപൊത്തുന്ന ചിരിമുട്ടയായി അവൻ തരത്താണ് പോകുന്ന അവസ്ഥ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി കിട്ടിയ ചൂട് ജീവനായി പരിണമിപ്പാനായി, അത് ദൈവശക്തിയായി വെളിപ്പെടുവാനായി, ഈ വഷളത്വം നിറഞ്ഞ ലോകത്തില് കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി, ജയാളികളായി, ജയകരമായി ക്രിസ്ത്യ ജീവിതം നയിപ്പാനായി ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് വേർതിരിച്ചതാണെന്ന ബോധം ഇന്ന് രാത്രി ദൈവമക്കളുടെ അകത്തുണ്ടായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഇവിടെ കൊയ്ത് കളത്തിൽ കൊണ്ടുവരുമ്പോൾ, അങ്ങനെ ആ ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം, ആ തിരുവചനം യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, വീശുമുറം അവന്റെ കയ്യിൽ ഉണ്ട്, അവൻ കളത്തെ മുറ്റുമായി വെടിപ്പാക്കും. കളത്തിൽ കൊയ്ത് ഇത് മെതിച്ച് ഈ പൊലി ഇത് കൊണ്ടിടുമ്പോൾ ഒരാൾ വീശുമുറം എടുത്ത് ഇത് വീശി അതിൽ നിന്ന് പതിരിനെയും മങ്കിനെയും വേർതിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ആമേൻ, നിറഞ്ഞ ധാന്യം അല്ലെങ്കിൽ ആമേൻ ധാന്യപ്പുരയിലേക്ക് പോകുന്ന നിറഞ്ഞ മണി വീശുന്നവന്റെ കാൽച്ചുവട്ടിൽ കിടക്കുമ്പോൾ മങ്ക് അല്പം മാറി കിടക്കും, എന്നാൽ പതിര് വളരെ ദൂരെ പോയി കിടക്കും. അല്പം മാറി രണ്ടിന്റെയും കൂടെ ഇടയിൽ മങ്ക് കിടന്നാലും കർഷകൻ അവൻ മങ്കിന് വേണ്ടി പത്തായത്തിൽ അറമണിഞ്ഞിട്ടില്ല, സുരക്ഷിതയിടം ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെയോ തൂത്തുകൂട്ടി പതിരിന്റെ കൂടെ ഈ മങ്കും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ദൈവത്തിന്റെ പൈതലേ, ഭക്തിയുടെ വേഷം ധരിക്കാം, ഭക്തനാണെന്ന് കാണിക്കാം, ആവെ അന്യഭാഷ പറയാം, ആത്മാവിൽ നിറയാം, ലോകത്തിന് മുമ്പിൽ ആവെ ഭക്തനായി കാണിക്കാം. എന്നാൽ കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ, അന്ന് അനേകർ ലജ്ജിച്ചു പോകുമ്പോൾ ആവെ പാടാത്ത കിരീടം പ്രാപിപ്പാനായി തെരഞ്ഞെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ആ ഭാഗം അവിടുന്ന് വിളിട്ട് ദൈവത്തിന്റെ സ്തോത്രം. വയല് വിത്തിനെയും കളയെയും ഒരുപോലെ സമ്മതിക്കുമ്പോൾ ധാന്യപ്പുര കളയെ അനുവദിക്കില്ല. ആ നിറഞ്ഞ ധാന്യങ്ങൾക്ക് മാത്രമേ ആ ധാന്യപ്പുരയിൽ ഇടമുള്ളൂ എന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ചില വേദഭാഗം, 1-2 ഭാഗങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം വേഗത്തിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 70-ാം വാക്യം വളരെ വേഗത്തിൽ വായിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു, യേശു അവരോട്, നിങ്ങളിൽ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, അവരിൽ ഒരുവൻ ഒരു പിശാചാകുന്നു. ഇതാരെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞേ? യൂദയെ കുറിച്ച്. അല്പം കൂടി കടന്ന് ഞാൻ പറയാം. കർത്താവ് തെരഞ്ഞെടുത്തവർ 12 പേരാണ്, എന്നാൽ സമ്മതരായത് 11 പേരാണ്. ഒരുവൻ സമ്മതനാകാതെ പുറത്തുപോയി. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും എന്താകുന്നില്ല? സമ്മതർ ആകുന്നില്ല. യേശു തിരഞ്ഞെടുത്തതിൽ ഒന്ന് പോയെങ്കിൽ നമ്മുടെയൊക്കെ തിരഞ്ഞെടുപ്പിൽ എത്ര പോകും? ഉള്ളിലിരിപ്പ് വളരെ മോശമായിട്ടും ഭൗതികത്തോടുള്ള ആർത്തി ഒരു വളരെ ഉണ്ടായിട്ടും പല സന്ദർഭങ്ങളിലും യൂദ മടങ്ങി വരാനായി യേശു താല്പര്യപൂർവ്വം അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതായി തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത അവസരങ്ങളൊന്നും അവൻ മനസ്സിലാക്കാതെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് തകർന്നു പോയ ചിത്രമാണ് യൂദയെ കുറിച്ച് നാം കാണുന്നത്. യൂദ ചെയ്തത് വലിയ തെറ്റാണെന്ന് നമ്മൾ പറയുമ്പോൾ അതിനേക്കാൾ ഗൗരവമേറിയ ഒരു തെറ്റാണ് പത്രോസ് ചെയ്തത്. കർത്താവിനെ അറിയുന്നില്ല എന്നും പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്നാണ് യോധനം പറയുന്നത്. എന്നാൽ 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞപ്പോൾ, കോഴി കൂകുന്ന ശബ്ദം കേട്ടപ്പോൾ തിരുവചനം വ്യക്തമാക്കുന്നു, അവൻ അതിദുഃഖത്തോടെ പുറത്തുപോയി, അതിദുഃഖത്തോടെ നിലവിളിച്ചെന്ന. ദൈവത്തിന്റെ പൈതലേ, യൂദ ചെയ്തതിനേക്കാൾ ഗൗരവമേറിയ തെറ്റാണ് പത്രോസ് ചെയ്തത്. പക്ഷേ അവന്റെ തെറ്റ് അവൻ ആവർത്തിക്കാൻ ശ്രമിക്കാതെ ദൈവസന്നിധിയിൽ കുറ്റബോധം കൊണ്ട് നിലവിളിച്ചപ്പോൾ പാപക്ഷമ ലഭിച്ചവനായി ദൈവനെ മടക്കിക്കൊണ്ടുവന്നെങ്കിൽ ആ പത്രോസ് പിന്നീട് പ്രസംഗിച്ചപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ ദൈവസഭയോട് ചേരുവാൻ ദൈവനെ ഉപയോഗിച്ചു. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന നാം എല്ലാവരും ഒന്നിലല്ലെങ്കിൽ പലതിൽ തെറ്റിപ്പോയവരാ, മറ്റൊന്നിൽ വീണുപോയവരാ. എന്നാൽ ഈ രാത്രി മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെടുത്താൻ ഒരു ദൈവമുണ്ട്. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞു വീക്ഷിക്കുന്നവരോ
കരുണ ലഭിക്കും. ഈ രാത്രി ദൈവസന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ ഇടറിപ്പോയ വഴികളെ ഏറ്റുപറയുവാനും ക്രമീകരണം പ്രാപിപ്പാനും മടങ്ങി വരാനും ദൈവമക്കൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായും നിന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവസരങ്ങൾ പലത് കിട്ടിയിട്ടും യൂദാ അതിന് തയ്യാറായില്ല. തന്മൂലം വളരെ ദയനീയമായ ഒരു അന്ത്യം അവന് സംഭവിപ്പാൻ ഇടയായി തീർന്നു. തിരുവചനം പറയുന്നു, അവൻ കെട്ടിഞ്ഞാത് ചാകുവാൻ ഇടയായി തീർന്നെന്ന. ദൈവത്തിന് സ്തോത്രം. ആ തിരുവചനത്തിൽ നാം കാണുന്നു, കയർ അറ്റുപോയി നിലത്ത് വീഴുന്ന ഒരു ചിത്രമൊക്കെ. ദൈവത്തിന് സ്തോത്രം. ആ കയർ അറ്റുപോയി നിലത്ത് വീഴുന്നവൻ തലകുത്തി വീണെന്നാ തിരുവചനോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കയററ്റ് തൂങ്ങിച്ചാകാൻ ശ്രമിക്കുന്ന ഒരാള് കയററ്റുപോയാൽ അവന്റെ ശരീരത്തിന്റെ കാലാണ് വന്ന് ഭൂമിയിൽ കുത്തേണ്ടത്. പക്ഷേ ഇത് തലയാണ് കുത്തിയത്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഓർത്തുപോയി. ജീവിച്ചപ്പോൾ നേരെ ചൊവ്വേ നടക്കാഞ്ഞതുകൊണ്ട് വീണപ്പോഴും തലകീഴായിട്ടാണ് വീഴേണ്ടി വന്നത്. ദൈവത്തിന്റെ വൈദ്യരെ